Welcome to Yas Solutions. വെൽക്കം ഫ്രണ്ട്സ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വോൾ വരെ നോക്കിയായിരുന്നു. വോളിൽ നമുക്ക് വിൻഡോക്കുള്ള സ്പേസും പിന്നെ വോൾ ടു റൂഫുള്ള കണക്ഷൻസൊക്കെ ഡോർ എക്സിറ്റ്സിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പില്ലറും റൂഫുമായിട്ട് ഉള്ള ഇടയ്ക്കുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ ബീമാണ്. പിന്നെ ഡോർ എക്സിറ്റിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഇരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് കാണുന്നതും ബീം വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് നമ്മൾ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ബീം എന്നുള്ള പേരിൽ ലൈറ്റ് കളർ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലെയർ കറണ്ട് ആക്കിക്കൊണ്ട് ആ ലെയറും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റെക്റ്റാങ്കിൾ എടുത്തിട്ട് പില്ലറിനെ കണക്ട് ചെയ്യുന്ന രീതിയിലും പിന്നെ എക്സ്റ്റീരിയർ ആണ് നമ്മൾ ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഡോർ വേസൊക്കെ ആദ്യം നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ എക്സ്റ്റീരിയറിലും മൊത്തമുള്ള ഡോർ എക്സിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ മാത്രം റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പില്ലറുടെ മേലിലുള്ള ബീമും പിന്നെ ഡോർവേയിലൊക്കെ കണക്ട് ചെയ്യുന്ന ബീമുകളും ഒക്കെ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുള്ള കുറച്ച് കോമ്പണൻസ് പോലെ തന്നെ ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതെല്ലാം ബീം എന്നുള്ള ഒറ്റ ഒരു ലെയറിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ബാക്കി ലെയേഴ്സ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കിക്കോണം. അപ്പോൾ ഞാൻ റിയലിസ്റ്റിക് വെക്കുക, എന്നിട്ട് ഐസോമെട്രിക് വ്യൂ എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ വയർ ഫ്രെയിം വെക്കട്ടെ, കണ്ടോ? അപ്പോൾ ഇത് താഴെയായിട്ടാണ് ഇരിക്കുന്നത്, എല്ലാം താഴെയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഔട്ടർ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ, അതെല്ലാം താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഹൈറ്റാണ് നമ്മൾ മൂവ് ചെയ്ത് വെക്കേണ്ടത്. അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഉള്ളത് ബാക്കിയെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബീം മാത്രമായിട്ടാണ് ഇപ്പോൾ കറണ്ട് ലെയറായിട്ട് ഉള്ളത്. അപ്പോൾ ബീം മാത്രമായിട്ട് ആസ് യൂഷ്വൽ നമ്മൾ റീജിയൻ ചെയ്യുക. റീജിയൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ എക്സ്ട്രൂഷൻ കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ റിയലിസ്റ്റിക് എടുത്ത് വെച്ചെങ്കിൽ എനിക്ക് എക്സ്ട്രൂഷൻ്റെ ഇത് കാണാൻ പറ്റുള്ളൂ. EXT കൊടുത്തു കഴിഞ്ഞു. ഞാനതിനെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ 300 ആണ് ടോട്ടൽ വാളുടെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇതുവരെ പില്ലറുടെ മണ്ടയ്ക്ക് കൂടെയാണ് നമ്മുടെ ഈ ഒരു ബീം ഇരിക്കുന്നത്. അപ്പോൾ പില്ലർ എത്രയാണ്? 210 ആണ് ഹൈറ്റ്. അതുകൊണ്ട് 300 - 210 90 സെൻറ്റിമീറ്ററാണ് ബീമിൻ്റെ ലെന്ത് വരുന്നത്. ദാറ്റ്സ് ഓൺലി ഫോർ നമ്മൾ വരയ്ക്കാമെന്നുണ്ടെങ്കിൽ ഇത് മോഡലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ബീം എന്നുള്ളത് ഒറ്റ ഒരു ലെയറിൽ ഇത് ഫുള്ള് ക്രിയേറ്റ് ചെയ്യുന്നത്. അതർവൈസ് നമുക്ക് ബീം എന്ന് പറയുന്നത് ഒരു 30 സെൻറ്റിമീറ്റർ വരെ വരത്തുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ കൺസ്ട്രക്ഷൻ യൂസിങ് മെറ്റീരിയൽസ് വേറെ ആയിരിക്കും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനകത്ത് ഇപ്പോൾ മോഡലിംഗ് പർപ്പസ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് 90 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിപ്പോൾ 90 ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാത്തിനെയും ഞാൻ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പോവുക. മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് തീരുന്നവരെ ഈ പറഞ്ഞ ഒരു ഐസോമെട്രിക് കോർണറാണ് നമ്മുടെ ബേസ് പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ റെഫർ ചെയ്ത് വെച്ചേക്കണം. അത് തന്നെ ആയിരിക്കണം ബേസ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഓർത്തോ ഓൺ ആയിരിക്കണം. F8 ഓൺ ആണോ നോക്കിക്കോണം. എന്നിട്ട് MAയിലോട്ട് 210 എന്നുള്ള അളവിലാണ് അതിനെ ഒന്ന് മൂവ് ചെയ്ത് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഓൺ ചെയ്യുക, അല്ലെങ്കിൽ വോൾ മാത്രം ഓൺ ചെയ്ത് നോക്കിയാലും മതി. കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എക്സ്റ്റീരിയറിലുള്ള ഡോർ വേസ് മാത്രമേ ഞാൻ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓരോരോ വോളും പിന്നെ ബീമും ഈ ഡോർ എക്സിറ്റ് ബീംസും ഒക്കെ വേറെ വേറെ ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടെ ഞാനൊന്ന് ഒറ്റയടിക്ക് യൂണിയൻ ചെയ്യുവാണ്. UNI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു പീസായിട്ട് ഇതെല്ലാத்தைയും കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. UNI കൊടുത്തു. മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ ഒരു ലൈനായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനകത്ത് ബീമെന്നും വാളെന്നും പറഞ്ഞ് 2 ലേയേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറുടെ ചേഞ്ച് ഉണ്ടാവുന്നത്.
അത് നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഏത് പ്രോപ്പർട്ടി ലെയറുടെ പ്രോപ്പർട്ടീസാണ് കിടക്കുന്നത് അത് നമുക്ക് മാറ്റി തരാൻ പറ്റും. ഇവിടെ ഈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വോളിൻ്റെ പ്രോപ്പർട്ടി തന്നെ മാറ്റി വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ഇത്രയും ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോസാണ്. വിൻഡോസ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷനിലുള്ള സ്പേസ് വേണം നമുക്ക്. ആ ഒരു ഹോളോ സ്പേസ് അവിടെ വേണം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബീം ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വിൻഡോ നേരത്തെ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ വിൻഡോ ബ്ലോക്കായിട്ട് എടുത്ത് ആഡ് ചെയ്യുന്നവർ അത് വേറൊരു ലെയറിൽ തന്നെ സൂക്ഷിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോസ് ആസ് യൂഷ്വൽ ഈ വോളും പില്ലറും ഒക്കെ എങ്ങനെയാണോ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്താൽ മതി. ഇതിനകത്ത് നേരത്തെ ഉണ്ട്, ഞാൻ ആ ഒരു വിൻഡോ ലെയറാണ് ഇപ്പോൾ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് എവിടെയൊക്കെയാണോ ഉള്ള പൊസിഷൻസ് അതിനകത്ത് എനിക്ക് വിൻഡോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിൻഡോ എല്ലാത്തിനെയും കൂടെ എനിക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഞാനൊന്ന് റീജിയൻ ചെയ്യാം. ആ റീജിയൻ്റെ ഇത് ഡാർക്ക് കളറാണെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഡോർക്ക് കളറാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരു തടിയുടെ ഒരു ടെക്സ്ചറാണ് ഇതിന് ഈ ഒരു കളറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കാണുന്നില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് കുറേ കൂടെ വരത്തില്ല. ഒരു കോൺട്രാസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ എക്സ്ട്രൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ വിൻഡോസ് എല്ലാം നമുക്ക് ആദ്യം ചെയ്തേക്കാം. ഈ വലിയ വിൻഡോസൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഹൈറ്റ് 150 കാണും. വെൻറ്റിലേറ്റേഴ്സും കിച്ചൺ വിൻഡോസിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ കുറവായിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വലിയ വിൻഡോസും 150 കാണും. ഫെൻസ് വിൻഡോസ് ആകുമ്പോൾ 185 കാണും, 182, 185 കാണും. ഓക്കെ, ഇപ്പം ഞാനിതെല്ലാം 150 തന്നെയാണ് ചെയ്യാൻ പോണത്. ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം വേണമെങ്കിൽ ഫെൻസ് വിൻഡോ ആകാം. ബാക്കിയുള്ളതെല്ലാം 150 ഉള്ള നോർമൽ വിൻഡോ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ എക്സ്ട്രൂഷൻ വാല്യൂ 150 ആണ് കൊടുക്കേണ്ടത്. 150. അപ്പോൾ 150 ആകുമ്പോൾ ഇതിന് ഈ വിൻഡോസിൻ്റെ പൊസിഷൻ വോളിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്നാണ് നമ്മൾ നോക്കേണ്ടത്. മെയിലിൽ 210 ആണ് അതിൻ്റെ ബോർഡർ ലൈൻ. ആ ലൈൻ വരെ എത്താവോ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, താഴെ നിന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ മൂവ് ചെയ്ത് വെക്കേണ്ടത്. ആ വാല്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 210 - 150 ദാറ്റ് ഈസ് 60. അപ്പോൾ അത്ര വാല്യൂ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കണം, എന്നെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ ആ ഒരു വിൻഡോസ് പ്ലേസ് ആവുമല്ലോ. ബാക്കി കിടക്കുന്ന ഈ രണ്ട് വലിയ വിൻഡോസിനെയാണ് ഇപ്പം ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫെൻസ് വിൻഡോ ആയതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ്സ് ചേഞ്ച് ആവും. 185 ആണ്. ഇത് മൂവ് ചെയ്യേണ്ടത് നമുക്ക് 210 - 185. ഓക്കെ, പിന്നെയുള്ള ആ ചെറിയ വിൻഡോസ് എല്ലാം രണ്ടെണ്ണം നമ്മുടെ റെസ്റ്റ് റൂമിൽ വരുന്ന വെൻറ്റിലേറ്റേഴ്സാണ്, രണ്ടെണ്ണം കിച്ചൺ വിൻഡോസായിട്ട് വരുന്ന. ഈ രണ്ടെണ്ണവും ഇവിടെ കിടക്കുന്നതും വെൻറ്റിലേറ്റേഴ്സാണ്. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ കിച്ചൺ വിൻഡോ. കിച്ചൺ വിൻഡോയുടെ ആദ്യം ചെയ്യാം. നമുക്ക് അതിൻ്റെ എക്സ്ട്രൂഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് 60 വെക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനുള്ള അളവ് 60 കൊടുക്കുക. പിന്നെ ഇതിനെ മൂവ് ചെയ്ത് വെക്കേണ്ടതെന്ന് പറയുന്നത് 150, 210 - 60. ഓക്കെ, അപ്പോൾ ഈ വെൻറ്റിലേറ്റേഴ്സിന് എല്ലാം നമുക്ക് എക്സ്ട്രൂഷൻ അളവ് കൊടുക്കേണ്ടത് ഇതിനാണ് നമ്മൾ മൂവ് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത് 210ൻ്റെ മെയിലിലോട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ റൂഫിൻ്റെ ഇമ്മീഡിയറ്റ് താഴെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് റൂഫ് ഇത് 50 അല്ലേ ആയിരിക്കുന്നത്, അപ്പോൾ 250.
നമ്മളിത് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം അതിൻ്റെ പൊസിഷൻസിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് വോളും കൂടെ ഓൺ ചെയ്തെങ്കിൽ മാത്രം ആ പൊസിഷൻ നമുക്ക് കറക്റ്റാണെന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ വെൻറ്റിലേറ്റേഴ്സ് എല്ലാം കറക്റ്റ് മേലിലോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഹോൾ വരുമ്പോൾ നമുക്ക് എക്സാക്റ്റ് കാണാൻ പറ്റും, റിയലിസ്റ്റിക് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ വോൾ വിൻഡോ മാത്രം നമ്മൾ ഓണിൽ വെച്ചുകൊണ്ട് നമ്മൾ സബ്ട്രാക്ഷൻ എന്നുള്ളൊരു കമാൻഡാണ് ചെയ്യാൻ പോകുന്നത്. SU എൻ്റർ കൊടുക്കുക. ഏതാണ് നമുക്ക് വേണ്ടതോ അത് ആദ്യം. അപ്പോൾ വോളാണ് നമുക്ക് റീറ്റെയിൻ ആവേണ്ടത്. അതിനെ ആദ്യം ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റർ കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ വോൾ അല്ലാത്ത ഒരു ലെയറിന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ടുള്ളൊരു ഹോൾ കിട്ടിയിട്ടുണ്ട്, സ്പേസ് കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തിലും. ഞാൻ ഫ്രണ്ടിൽ വാതിലിൻ്റെ ഇപ്പുറത്തും ഫ്രണ്ട് ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വെച്ചേക്കുന്ന ഫെയിൻസ് വിൻഡോ ആണ്. നല്ല നീളം കൂടുതലായിട്ടുള്ള വിൻഡോ ആണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബീം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നേരത്തെ ഓണാണ്. പില്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വോൾ കറണ്ട് ലെയറായിട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ബീം വിൻഡോ എന്നുള്ള 2 കോമ്പനൻ്റാണ് ഈ സെഷനിൽ നമ്മൾ നോക്കിയത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ എക്സ്പ്ലനേഷനോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക.